ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ സ്പോട്ട് ചെയ്യാനായിട്ട് കഴിയുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരുടെ ബിഹേവിയേഴ്സ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ഒന്നാമത്തേത് പബ്ലിക് കമന്റ് സെക്ഷനിലെ ഇവരുടെ ബിഹേവിയർ ആണ്. പബ്ലിക് കമന്റ് സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെ അതൊരു മീഡിയ പേജിന്റെ കമന്റ് സെക്ഷൻ ആയിരിക്കാം, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കമന്റ് സെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹീറോയുടെ പേജിന്റെ കമന്റ് സെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള റിലീജിയന്റെ കമന്റ് സെക്ഷൻ ആയിരിക്കാം. ഇവിടെയൊക്കെ കളക്റ്റീവ് നാർസിസം എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഇവിടെയൊക്കെ ആരെങ്കിലും ഇവർക്കെതിരെ ലോജിക്കൽ ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കളക്റ്റീവായിട്ട് ആക്രമിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരിക്കും, അല്ലെങ്കിൽ ഏത് തരത്തിലെങ്കിലും അവരെ പേഴ്സണലി തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കും നാർസിസിന് ഉണ്ടായിരിക്കുന്നത്. ഒരു ലോജിക്കൽ ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം നിങ്ങൾ റിപ്ലൈ ആയിട്ടിട്ടു. അപ്പോൾ ഈ നാർസിസിന്റെ പിന്നെ അടുത്ത മൂവ് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും പേഴ്സണലി നിങ്ങളെ ഡിവാല്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഈ ചുറ്റുമുള്ള നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെയും കൂടെ കൊണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇത്തരം ആൾക്കാരെയും കൂടെ കൊണ്ടുവന്ന് നിങ്ങളെ എങ്ങനെയെങ്കിലും അറ്റാക്ക് ചെയ്യിക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരിക്കും അവർക്ക് പിന്നെ റിപ്ലൈ തരുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഫേമസ് ആയിട്ടുള്ള മീഡിയാസിന്റെയും ഫേമസ് ആയിട്ടുള്ള ഇത്തരം ഫാൻ പേജുകളുടെ ഒക്കെ കമന്റ് സെക്ഷൻ പോയി നോക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾക്കാരെയും ഇത്തരം കമന്റുകളെയും ഒക്കെ അവിടെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ രണ്ടാമത്തേത് ഇവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ ഒരു രീതിയാണ്. ഇത് പൊതുവിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഒരു പ്രത്യേക രീതി, ഒരു നെയിം ഡ്രോപ്പിങ്ങും ഒരു ലക്ഷറി സിഗ്നലിംഗും എന്ന് പറയുന്ന രണ്ട് ടാക്ടിക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ നെയിം ഡ്രോപ്പിംഗ് എന്ന് പറയുന്നത് ഇവർ ഏതെങ്കിലും സെലിബ്രിറ്റിയോടൊപ്പം, അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗറിനോടൊപ്പം, അല്ലെങ്കിൽ ഇവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹീറോയോടൊപ്പം, അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ലോക്കൽ MLA ആയിരിക്കും, അങ്ങനെ ആരുടെയെങ്കിലും ഒക്കെ ഒപ്പമുള്ള ഫോട്ടോസ് ഷെയർ ചെയ്യും. ഈ ഫോട്ടോസിന്റെ ഒക്കെ ക്യാപ്ഷൻസ് ആയിരിക്കും ശരിക്കുള്ള കോമഡി. ഇതിപ്പോ ഏതെങ്കിലുമൊക്കെ ഇവന്റിനെ കണ്ടിട്ട് കയറി ഫോട്ടോ എടുത്തായിരിക്കും കേട്ടോ, പക്ഷെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് എ ഗ്രേറ്റ് ഈവനിങ് സ്പെൻഡ് വിത്ത് മൈ ബ്രദർ ഡിസ്കസിംഗ് ഫ്യൂച്ചർ പ്രോജക്ട്സ് വിത്ത് ബിഗ് ടൈമേഴ്സ്. ഇതുപോലെ തന്നെ ഇവർ പോസ്റ്റ് ചെയ്യുന്ന മറ്റ് ഒരു ടൈപ്പ് ഓഫ് പോസ്റ്റുകളാണ് ലക്ഷറി ആയിട്ടുള്ള ഇവർ ഭയങ്കര ലക്ഷറീസ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്റുകൾ. റെന്റഡ് ആയിട്ടുള്ള ലക്ഷറി ആയിട്ടുള്ള വെഹിക്കിൾസ് എടുത്തിട്ട്, ബൈക്സ് ആണ്, കാർസ് ആണോ എന്താണെങ്കിലും അതൊക്കെ എടുത്തിട്ട് അതിൽ നിന്നുള്ള സോളോ പോസ്റ്റുകളൊക്കെ ഇടും. വലിയ റെസ്റ്റോറന്റുകളിൽ, വളരെ ലക്ഷറീസ് ആയിട്ടുള്ള റെസ്റ്റോറന്റുകളിൽ ഇരിക്കുന്ന ഫോട്ടോസ് ആയിരിക്കും ഇടുന്നത്. ഇങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യേണ്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഇവരുടെ ആബ്സല്യൂട്ട് സുപ്പീരിയോറിറ്റിയും ഡോമിനൻസും ലക്ഷൂറിയസ് ഡോമിനൻസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിപ്പോൾ ഇവർ റിയൽ ലൈഫിൽ ഫിനാൻഷ്യലി സ്ട്രഗ്ലിംഗ് ആയിരിക്കും, അങ്ങും കടം വാങ്ങിച്ചു വെച്ചിട്ട് ചുറ്റുമുള്ള ആൾക്കാരെ മാക്സിമം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുമായിരിക്കും. പക്ഷേ ഈ കാണിക്കലിന് ഒരു കുറവും ഉണ്ടാവില്ല. മൂന്നാമത്തേത് ഈ ക്രിയേറ്റേഴ്സിന്റെ ചാറ്റിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചുകൊണ്ടുള്ള ഇവരുടെ ഒരു ബിഹേവിയർ ആണ്. ഇപ്പോൾ ക്രിയേറ്ററിനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തിക്കൊണ്ടാണ് ഇവർ ആദ്യം മെസ്സേജ് അയച്ചു തുടങ്ങുന്നത് തന്നെ. ഭയങ്കരമായിട്ട് പൊക്കി പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു തുടങ്ങും. വൺസ് ഈ ക്രിയേറ്റർ ആയിട്ടുള്ള വ്യക്തി റിപ്ലൈ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ മാസ്ക് സ്ലിപ്പാവും. ഇത്രയൊന്നും അഹങ്കാരം പാടില്ല കേട്ടോ. കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ കൂടിയപ്പോൾ അവന്റെയൊക്കെ അഹങ്കാരം, അവൾമാരെയൊക്കെ അഹങ്കാരം